നമസ്കാരം. ബംഗളൂരുവിലെ യലഹങ്കയിൽ കർണാടക സർക്കാർ ബുൾഡോസർ രാജ് നടത്തുകയും നൂറുകണക്കിന് പേരെ തെരുവിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഡിസംബർ 20 പുലർച്ചെ 4 മണിക്ക് കോഗിലു ഗ്രാമത്തിലെ ഫക്കീർ കോളനി, വസീം ലേഔട്ട് എന്നിവിടങ്ങളിലാണ് ബുൾഡോസർ ഭീകരത നടന്നത്. രേഖകളോ സാധനങ്ങളോ എടുക്കാൻ പോലും സമയം നൽകാതെയാണ് വീടുകൾ തകർത്തതെന്ന് ആളുകൾ ആരോപിച്ചു. സർക്കാർ ഭൂമിയിലെ അനധികൃത നിർമ്മാണങ്ങളാണ് പൊളിച്ചതെന്നാണ് അധികൃതരുടെ അവകാശവാദം. എന്നാൽ തങ്ങൾക്ക് മുൻകൂട്ടി നോട്ടീസ് നൽകിയിട്ടില്ലെന്നും ബലപ്രയോഗത്തിലൂടെയാണ് ഒഴിപ്പിച്ചതെന്നുമാണ് താമസക്കാരുടെ നിലപാട്. വീടുകൾ തകർക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളും ദലിതരുമാണ്. സംഭവം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും പിന്നാലെ കുടിയൊഴിക്കപ്പെട്ടവർക്ക് പകരം വീട് നൽകുമെന്ന് കർണാടക സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നിട്ടും വിവാദങ്ങൾ അടങ്ങിയിട്ടില്ല. BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ബുൾഡോസർ രാജ് തുറന്ന ശിക്ഷാരീതിയായിരുന്നു. കുറ്റാരോപണം ഉയർന്ന ഉടനെ കോടതി വിധിക്ക് മുമ്പ് വീടുകൾ പൊളിച്ച് ഭരണകൂടം സന്ദേശം നൽകുന്നതായിരുന്നു രീതി. അത് ന്യൂനപക്ഷങ്ങൾക്കെതിരായും രാഷ്ട്രീയ വിരോധികൾക്കെതിരായും ഉപയോഗിച്ച അനീതിയായിരുന്നു എന്ന വിമർശനം ശക്തമായിരുന്നു. ആ വിമർശനത്തിന്റെ മുന്നണിയിൽ നിന്നത് കോൺഗ്രസ് തന്നെയാണ്. പക്ഷേ ഇന്ന് കർണാടകയിൽ കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ പേരിൽ കോൺഗ്രസ് സർക്കാർ അതേ ബുൾഡോസർ ഇറക്കുമ്പോൾ അത് നിയമപരമായ പ്രശ്നം മാത്രമല്ല, രാഷ്ട്രീയ വിശ്വാസ്യതയുടെ തകർച്ച കൂടിയാണ്. കയ്യേറ്റം ഒഴിപ്പിക്കൽ എന്ന വാക്ക് നിയമപരമായി ശരിയായിരിക്കാം, പക്ഷേ അതിനുള്ള നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ? നോട്ടീസ് നൽകിയോ? അപ്പീൽ നൽകാനുള്ള സമയം ലഭിച്ചോ? അപ്പീലിൽ കോടതിയുടെ തീർപ്പുണ്ടായോ? സുപ്രീം കോടതിയുടെ മാർഗരേഖകൾ പാലിക്കപ്പെട്ടോ? ഒഴിപ്പിക്കുന്നവരെ പൂർണ്ണമായും പുനരധിവസിപ്പിച്ചോ? തുടങ്ങിയ ചോദ്യങ്ങളാണ് ജനാധിപത്യത്തിൽ നിർണായകം. ഇല്ലെങ്കിൽ അത് BJP ചെയ്യുന്നതിൽ നിന്ന് തത്വപരമായി വ്യത്യസ്തമാകുന്നില്ല. ഇത് ജനങ്ങളിലേക്ക് നൽകുന്ന സന്ദേശം അതീവ അപകടകരമാണ്. അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് നിയമം ഒരു ഉപകരണമാണെന്നും രാഷ്ട്രീയ പാർട്ടികൾ മാറിയാലും ഭരണ സംസ്കാരം മാറില്ലെന്നുമുള്ള വലിയ സന്ദേശമാണ് ഇത് നൽകുന്നത്. BJP ചെയ്തപ്പോൾ അത് ഫാസിസ്റ്റ് പ്രവണതയായിരുന്നുവെങ്കിൽ കോൺഗ്രസ് ചെയ്തപ്പോൾ അത് ഭരണകാര്യക്ഷമത ആകില്ല. നീതിക്ക് പാർട്ടി നിറമില്ല. ബുൾഡോസർ രാജ് എവിടെ നടന്നാലും അത് ഭരണഘടനയ്ക്കെതിരായ അതിക്രമമാണ്. ഇന്ത്യക്ക് വേണ്ടത് ബുൾഡോസറുകളുടെ മത്സരമല്ല, നിയമത്തിന്റെ നീതിയുടെ ഭരണമാണ്. പാർട്ടി ഏതായാലും ഭരണഘടന ലംഘിക്കുന്ന നടപടി ചോദ്യം ചെയ്യപ്പെടണം. ഇല്ലെങ്കിൽ നാളെ ബുൾഡോസർ വരുമ്പോൾ അതിന് പാർട്ടിയുടെ പേരുണ്ടാവില്ല, അത് അധികാരത്തിന്റെ മുഖമായിരിക്കും. ബുൾഡോസർ രാജിനെതിരെ സുപ്രീം കോടതി നൽകിയ മാർഗനിർദ്ദേശങ്ങൾ ഇന്ത്യയിലെ എല്ലാ സർക്കാരുകൾക്കും ബാധകമാണ്. കർണാടകയിലെ ബുൾഡോസർ നടപടികൾ ഈ മാർഗരേഖകൾ പൂർണ്ണമായി പാലിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം നിർണായകമാണ്. ഈ ചോദ്യങ്ങൾക്ക് സുതാര്യമായ ഉത്തരമില്ലെങ്കിൽ അത് നിയമപരമായ ഒഴിപ്പിക്കലല്ല, മറിച്ച് സുപ്രീം കോടതി നിർദ്ദേശങ്ങളെ അവഗണിച്ചുള്ള അധികാര ദുർവിനിയോഗമാണ്. കോടതി വിധിയോ അന്തിമ അന്വേഷണ റിപ്പോർട്ടോ കാത്തു നിൽക്കാതെ വീട് തകർക്കപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കും ഇടക്കാല നഷ്ടപരിഹാരം നൽകണം. ഇത് ദയ എന്ന നിലയിലല്ല, ഭരണകൂട നടപടി മൂലമുണ്ടായ നഷ്ടത്തിനുള്ള ബാധ്യതയായി കാണണം. നഷ്ടപരിഹാര തുക സംസ്ഥാന തലത്തിൽ ഏകീകൃത മാനദണ്ഡം അനുസരിച്ച് നിശ്ചയിക്കണം. വീട് മാത്രമല്ല, വീട്ടുപകരണങ്ങൾ, രേഖകൾ, തൊഴിലുപകരണങ്ങൾ, കടകൾ, സ്റ്റോക്കുകൾ എന്നിവയ്ക്കുണ്ടായ നഷ്ടം കണക്കിലെടുക്കണം. സ്വതന്ത്ര സമിതി മുഖേന സമയപരിധിക്കുള്ളിൽ വിലയിരുത്തൽ നടത്തി അന്തിമ നഷ്ടപരിഹാരം നിശ്ചയിക്കണം. എല്ലാവർക്കും സ്ഥിരം പുനരധിവാസം ഒരുക്കണം. അവരെ നഗരത്തിന്റെ അതിരുകളിലേക്ക് തള്ളിവിടുന്ന പുനരധിവാസ കോളനികൾ ഒഴിവാക്കണം. തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സൗകര്യങ്ങൾ ലഭ്യമായ സ്ഥലങ്ങളിൽ തന്നെ സ്ഥിരം വാസവ്യവസ്ഥ ഒരുക്കണം. വീട് തകർന്നതോടെ തൊഴിലും നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ പാക്കേജ് നൽകണം. ചെറുകിട കച്ചവടക്കാർക്ക് പലിശരഹിത വായ്പ, തൊഴിൽ പരിശീലനം, സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലേക്കുള്ള അടിയന്തര പ്രവേശനം എന്നിവ ഉറപ്പാക്കണം. തെറ്റായോ നിയമവിരുദ്ധമായോ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീടുകളുടെ പുനർനിർമ്മാണം വരെ പരിഗണിക്കണം. രാജ്യത്തെവിടെയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സുപ്രീം കോടതി മാർഗരേഖകൾ നിയമരൂപത്തിൽ നടപ്പാക്കണം. പാർലമെന്റും സംസ്ഥാന നിയമസഭകളും ചേർന്ന് നോട്ടീസ് കാലാവധി, അപ്പീലവകാശം, കോടതി മേൽനോട്ടം, പുനരധിവാസ ബാധ്യത എന്നിവ വ്യക്തമാക്കുന്ന നിയമങ്ങൾ കൊണ്ടുവരണം. ഒരു വീടോ വ്യാപാര സ്ഥാപനമോ പൊളിക്കുന്നതിന് മുമ്പ് സ്വതന്ത്ര ജുഡീഷ്യൽ അതോറിറ്റിയുടെ അംഗീകാരം നിർബന്ധമാക്കണം. ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനങ്ങൾക്ക് മുകളിലായി ജുഡീഷ്യൽ പരിശോധനയില്ലെങ്കിൽ ബുൾഡോസർ എന്നും രാഷ്ട്രീയ ആയുധമായി തന്നെ തുടരും. ദീർഘകാലമായി താമസിക്കുന്നവരുടെ വീടുകളിൽ ഒഴിപ്പിക്കേണ്ടി വന്നാൽ പുനരധിവാസം ഭരണകൂട ഔദാര്യമല്ല, നിയമപരമായ അവകാശമാക്കണം. വീടില്ലാതാക്കൽ ജീവിതോപാധിയും വിദ്യാഭ്യാസവും സാമൂഹ്യ സുരക്ഷയും തകർക്കുന്ന ശിക്ഷയായി മാറരുത്. സുപ്രീം കോടതി മാർഗരേഖകൾ ലംഘിച്ച് ബുൾഡോസർ ഇറക്കിയ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും വ്യക്തിഗത ഉത്തരവാദിത്തം ഉറപ്പാക്കണം. നഷ്ടപരിഹാരം സർക്കാർ ഖജനാവിൽ നിന്ന് മാത്രം നൽകുന്ന രീതി അവസാനിപ്പിച്ച് നിയമലംഘനത്തിന് ഉത്തരവാദി തന്നെ ഈടാക്കുന്ന സംവിധാനം കൊണ്ടുവരണം. ഇന്ത്യക്ക് വേണ്ടത് ശക്തമായ ഭരണകൂടമല്ല, ശക്തമായ നിയമഭരണമാണ്. ബുൾഡോസർ ഒരു നഗരവികസന ഉപകരണമാകാം, എന്നാൽ നീതി നടപ്പാക്കുന്ന ആയുധമാകരുത്. തിരുത്തൽ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചില്ലെങ്കിൽ നാളെ ഭരണഘടന സംരക്ഷിക്കാനൊന്നും അവശേഷിക്കാത്ത അവസ്ഥയിലേക്കാകും രാജ്യം നീങ്ങുക.